നിനക്ക് എന്ത് ചെയ്യും സ്ട്രീറ്റിൽ കാര്യം? ഞാൻ നാട്ടിലൊരു ഹരിയെ അന്വേഷിച്ചു വന്നതാ. ഹരിയോ? ബാബരേ, അവിടെ ഉണ്ടോ? അവിടെ ഇല്ല. എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്താ വൈകിയത്? ട്രെയിൻ ലേറ്റ് ആയതാ. എടുത്തോളൂ. എന്ത് എടുത്തോളൂ? ഞാനാ എടുക്കല്ലേ? സത്യം പറഞ്ഞ ലോകത്തൊരു മലയാളിയും കഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് വന്നോളൂ. നമസ്കാരം. ഹലോ, വെറുതെ കുനിയണ്ട, എന്നോടാ. ഞാൻ മൊത്തത്തിൽ ഭയങ്കര സംഭവമാണ് ഇവിടെ. അതുകൊണ്ടാ ഇറക്കി വെച്ചോളൂ. സൂക്ഷിച്ചു ഭയ്യാ. ആരെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ. എന്റെ കടയാ, പാലിന്റെ മൊത്ത വിതരണ സംഭരണശാല. ഏയ് ഹരിഹിദ്രേ, എന്റെ പ്രജകളാ. എന്ത് ചോദിച്ചാലും അപ്പ മറുപടി പറയും. ബഹുമാനം കൊണ്ടാ. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറേ ഇല്ല. നടന്നോളൂ. ഈ കാണുന്ന പശുക്കളൊക്കെ എന്റെ. ശരിക്കും ഞാനൊരു പ്രസ്ഥാനാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എന്തേ? എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പശുക്കൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാ. ഹരി എന്നല്ലേ പേര് പറഞ്ഞ? അല്ല, അനി. അനി. അയ്യോ, അനീന്ന് എന്റെ പേരാ. ഹരി. ഹരി. ഹരി എന്താണ്? ആ മോനെ ഹരി, ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന നിന്റെ ചേട്ടൻ വന്നടാ. അല്ല ചേട്ടാ, അയ്യോ ചേട്ടാ, അയ്യോ ചക്കരേ, അയ്യോ ചേട്ടാ, സുഖല്ലേ ചേട്ടാ? ഇത് ഹരിയല്ല. ഈ ഹരിയല്ലേ? പിന്നെന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരോരും ഇല്ലാത്ത ഒരുത്തനല്ല എന്ന് വിചാരിച്ച് തീറ്റിപ്പോറ്റി വളർത്തിയതാ ഞാൻ. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞാട്ടല്ലോ ചവിട്ടി കൂട്ടി ഞാൻ. എന്റെ പൊന്നു ചേട്ടാ, ഇത് ഹരിയല്ല. ഹരിയല്ലേ? അല്ലല്ലോ. ചായ ഉണ്ടല്ലോ, ഇത്രയൊക്കെ മതി. ഇത് തന്നെ നിന്റെ അനിയൻ. സത്യമായിട്ടും ഈ ഹരിയല്ല, ഇവിടെ വേറെ ഹരിയില്ലേ? വേറെ ഹരിയോ? ഇവരെന്താണ് ഒരു കുറവ്? ഇവൻ 4 നേരം വെട്ടി വീണ നീ കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പശുവിന് ഒരു കെട്ട് പുല്ല് മതി. ഈ തെണ്ടിക്ക് 4 കെട്ട് ബീഡി വേണം ഒരു ദിവസം. ഇവന് വേണ്ടി ഞാൻ ഇത്രയും കാലം ചെലവാക്കിയ കാശ് ഇവിടെ വെച്ചിട്ട് പോയാ മതി. ഇവനെയും കൊണ്ട് കെട്ടിപ്പിടിക്കണം. പിടിച്ചു. വിട്ടു. അണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ. എന്ത്? ഫുൾ സെറ്റിലായിട്ട് പോയാ മതി. ആഹാ, നിന്നെ ഞാൻ ഇന്ന് പശുക്കളും സമ്മതിക്കില്ലേ? മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ, അരുമപൂവാടിയിൽ. മതിടാ പരീക്കുട്ടി, ഞാൻ പാടും. പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകും. പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരൂന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായത് കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ടാ ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ലാന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മു വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. പഞ്ചർ കട